Hello viewers, welcome to Vikruz Tech. ഞാൻ നിങ്ങളുടെ സ്വന്തം വിഷ്ണു വിക്രമൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അൺബോക്സിംഗ് റിവ്യൂ വീഡിയോ ആണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Redmi 9 എന്ന് പറയുന്ന മൊബൈൽ ഫോണാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഈ മൊബൈൽ ഫോണിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു ബഡ്ജറ്റ് മൊബൈൽ ഫോണാണ്. വെറും 9000 രൂപയ്ക്ക് 4GB റാമും 64GB സ്റ്റോറേജും തരുന്ന അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷൻസുമുള്ള ഒരു മൊബൈൽ ഫോണാണിത്. അപ്പോൾ നമുക്ക് അൺബോക്സിംഗ് റിവ്യൂ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് അൺബോക്സ് ചെയ്തത് നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് നോക്കിയാലോ. ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത് Mediatek Helio G35 പ്രോസസ്സറാണ് വരുന്നത്. ഗെയിമിംഗ് പ്രോസസ്സറാണ്. പിന്നെ 5000 mAh ബാറ്ററി ഇതിലുണ്ട്. അത് ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് 10 വാട്ടിൻ്റെ ഒരു ചാർജറും ഈ ബോക്സിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 13 മെഗാപിക്സലും 2 മെഗാപിക്സലും ചേർന്ന് വരുന്ന ഒരു ക്യാമറയും അതുപോലെ തന്നെ ഡോട്ട് നോട്ട്സ് ഡിസ്പ്ലേയും ഈ ഫോണിൽ അവൈലബിൾ ആണ്. ഈ മൊബൈലിൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റിൻ്റെ സെൻസർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്പ്ലാഷ് പ്രൂഫ് നാനോ കോട്ടിംഗ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് മഴയൊക്കെ നനഞ്ഞെന്ന് പറഞ്ഞിട്ട് മൊബൈലിൽ വെള്ളം കയറത്തൊന്നുമില്ല. പിന്നെ 2.3 GHz octa-core പ്രോസസ്സറാണ് ഇതിൻ്റെ പ്രോസസ്സറായിട്ട് വരുന്നത്. 3D ഡിസൈനിലാണ് ഇതിൻ്റെ ബാക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 5 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാം, അതായത് AI പോർട്രേറ്റ് ക്യാം ഈ ഫോണിൻ്റെ കൂടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ AI സീൻ ഡിറ്റക്ഷനും പിന്നെ മൈക്രോ SD കാർഡും അതിൻ്റെ കൂടെ നമുക്ക് 2 സിം ഇടാനുള്ള ഒരു സ്ലോട്ടും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇത് സ്പോട്ടി ഓറഞ്ച് കളറിലാണ് ഇത് വരുന്നത്. പിന്നെ 4GB 64GB സ്പെസിഫിക്കേഷനിലാണിത്. 4GB റാമും 64GB മെമ്മറിയാണ് ഇതിൽ വരുന്നത്. തുറക്കുമ്പോൾ ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് നമ്മുടെ മൊബൈൽ ഫോണാണ്. നമുക്ക് മൊബൈൽ ഫോണൊന്ന് മാറ്റിയിട്ട് ബാക്കി എന്തൊക്കെയാണുള്ളത് നോക്കാം. പിന്നെ വരുന്നത് ഒരു കവറാണ്. പിന്നെ നമ്മുടെ 10 വാട്ടിൻ്റെ ചാർജർ പോർട്ടാണ്. പിന്നെ വരുന്നത് നമ്മുടെ നോർമൽ USB കേബിളാണ്. C പോർട്ടല്ല, നോർമൽ USB കേബിളാണ്. ഇതിൽ വന്നിരിക്കുന്നത് ഒരു നോർമൽ USB കേബിളാണ്, ഫാസ്റ്റ് ചാർജിങ് കേബിൾ അല്ല. പിന്നെ വരുന്നത് 10 വാട്ടിൻ്റെ നമ്മുടെ ചാർജിങ് അഡാപ്റ്ററാണ്. ഇതിൻ്റെ പുറത്ത് നമ്മുടെ സിം ഇജക്ടർ ടൂളായി വരുന്ന പിന്നുണ്ട്. പിന്ന് നമുക്കിതിൽ അവൈലബിൾ ആണ്. ഞാൻ കവർ എന്ന് പറഞ്ഞെങ്കിലും ഇതിനകത്ത് നമ്മുടെ പൗച്ചോ കവറോ ഒന്നുമല്ല വരുന്നത്. ജസ്റ്റ് അതിൻ്റെ ഒരു മാനുവൽ മാത്രമാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ പൗച്ചൊന്നും നമുക്ക് അവൈലബിൾ അല്ല. ഇനി നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ഓറഞ്ച് കളറാണ്, കണ്ണൻ ചിമ്മിക്കുന്ന കളറാണ് ഇതിൻ്റെ കൂടെ നമുക്ക് വരുന്നത്.
ഈ വേരിയൻറ്റും ഉണ്ട്, അല്ലാതെ തന്നെ നമുക്കൊരു ബ്ലാക്ക് വേരിയൻറ്റും അവൈലബിൾ ആണ്. ഓറഞ്ചിൽ തന്നെ ഒരു റഫ് ഗ്രേഡിയൻറ്റ് വരുന്ന ബാക്ക് കവറിൻ്റെ ഡിസൈനാണ് ഇതിലുള്ളത്. ഫിംഗർ പ്രിൻറ്റ് സെൻസറും അതുപോലെ തന്നെ 3 ക്യാമറ എന്ന് തോന്നിപ്പിക്കുമെങ്കിലും 2 ക്യാമറയെ ഈ മൊബൈൽ അവൈലബിൾ ആയിട്ടുള്ളൂ. 3.5mm ഹെഡ്സെറ്റ് ജാക്കും അതുപോലെ തന്നെ നമ്മുടെ ചാർജർ പോർട്ടും പിന്നെ ഒരു സ്പീക്കറും ഒരു മൈക്കും മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ സ്ക്രീൻ ഗാർഡിനെ ഒന്ന് മാറ്റി നോക്കാം. ഇതിൽ ഗൊറില്ല ഗ്ലാസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു ഡോട്ട് നോച്ച് മോഡലിൽ വരുന്ന ഒരു സെൽഫി ക്യാമും അവൈലബിൾ ആണ്. പിന്നെ സൈഡിലായിട്ട് നമുക്ക് ലോക്ക് ബട്ടൺ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വോളിയം അപ്പും ഡൗണുമായിട്ടുള്ള വരുന്ന ബട്ടൺ ഉണ്ട്. ഇതിൻ്റെ ബാക്ക് ക്യാം വളരെയധികം ശ്രദ്ധിക്കണം. ഇത് ബഡ്ജ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. നല്ലൊരു കവർ വാങ്ങി തന്നെ ഇടണം, അല്ലെങ്കിൽ അത് പൊട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് അതിൻ്റെ സിം ഇജക്ടറിൻ്റെ പോർഷനും കാണാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ ഫോണൊന്ന് പെട്ടെന്ന് ബൂട്ട് ചെയ്ത് സെറ്റപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫോൺ ബൂട്ടായി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫിംഗർ പ്രിൻ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ, അതായത് ഒരു 1 സെക്കൻഡോ അല്ലെങ്കിൽ ഒരു 2 സെക്കൻഡ്സിനകത്ത് വെച്ച് തന്നെ നമ്മൾ ഫോൺ അൺലോക്ക് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് MIUIയുടെ 12.0.2 എന്ന് പറയുന്ന വെർഷനാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റോറേജിൽ 64 GB-യിൽ 11.7 GB ബേസ് ആയിട്ട് വരുന്ന ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ 4 GB RAM ആണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ octa-core പ്രോസസ്സറാണ് 2.3 GHz. പിന്നെ Android 10-ൻ്റെ Q വെർഷനാണ് ഇതിൽ വരുന്നത്. ഇത് നമ്മുടെ റെഡ്മിയുടെ ക്യാമിൽ നിന്നെടുത്ത പോർട്രേറ്റ് വ്യൂവിൽ വരുന്ന ഒരു പിക്കാണ്. ഇത് വേറൊരു ഫോട്ടോയാണ്. ഇത് സെൽഫി ക്യാമിൻ്റെ ഒരു സാമ്പിൾ ഇമേജാണ്. ഇത് ബാക്ക് ക്യാമിൻ്റെ ഒരു സാമ്പിൾ വീഡിയോ ആണ്. സ്റ്റെബിലൈസേഷനൊന്നും ഇതിൽ അവൈലബിൾ അല്ല. ഇതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമിൻ്റെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇന്നത്തെ ഈ അൺബോക്സിംഗ് റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബാക്കി ടെക്നോളജിയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സൈനിങ് ഓഫ് വിഷ്ണു വിക്രമൻ ഫ്രം വിക്രൂസ് ടെക്. താങ്ക് യു.